ഞാൻ എക്സാം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം പിന്നെ സ്വന്തമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയതാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, കാരണം ആൻസേഴ്സ് എല്ലാം വളരെ കറക്റ്റ് ആണ്. മെജോറിറ്റി കേസിലും ഈവൻ 5 പോയിന്റ്സ് സ്പ്രിങ്ങിന്റെ പല എന്താണ് സോളിഡ് ലെങ്ത്, ഫ്രീ ലെങ്ത്തിന്റെ ഒക്കെ ചോദിച്ച സ്ഥലത്തും, അതേപോലെ ആക്റ്റീവ് നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ്, അല്ല ആക്റ്റീവ് ടേൺസ് ഇനാക്റ്റീവ് കോയിൽ ഒക്കെ ചോദിച്ച സ്ഥലത്തൊക്കെ വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണ്. അത് സ്വന്തമായിട്ട് ചെയ്തതാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ തന്നെ ആയാൽ മതിയേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതേ ഒരു എഫക്റ്റ് നമുക്ക് ഫൈനൽ എക്സാമിനും പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിക്കുന്നു. അത് ഇവിടെ തീരരുത്, ഫൈനൽ എക്സാം വരെ അതുപോലെ തന്നെ പോണം, എന്നാലേ അതിനെ കൊണ്ട് കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഫൈനൽ എക്സാമിന് ഒരുപാട് വലിയൊരു മാർക്ക് സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ഇന്റേണൽ മാർക്കും കുറയും. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് ചെയ്യാം. സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മെച്ചം എന്ന് വെച്ചാൽ അത് അത്രയും ടോപ്പിക് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി എക്സാമിന് സുഖമായിട്ട് എഴുതാം. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കേസിൽ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. ഓക്കെ, അത് ഓൺലൈൻ മോഡിലായിരിക്കില്ല, ഓഫ്ലൈൻ മോഡിൽ തന്നെ ആയിരിക്കും. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ട് കിട്ടിയത് തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകും. ഓക്കെ, സോ ഫൈൻ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിന്റെ ഏറ്റവും മെയിൻ പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യേണ്ട. അപ്പൊ ആ പ്രോബ്ലംസ് നോക്കിയിട്ട് നമുക്ക് മെയിൻ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മള് ബെൻഡിങ് ഓൺലി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടെ നോക്കി. റൈറ്റ്, അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ പ്രോബ്ലം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. റൈറ്റ്, നൗ അതിന് അടുത്തൊരു കണ്ടീഷൻ എന്തായിരിക്കും? നമ്മൾ ഡിസൈൻ ഓഫ് എ ഷാഫ്റ്റ് വിച്ച് സബ്ജക്റ്റഡ് ടു ടോർക്ക് ഓൺലി വരുന്ന കണ്ടീഷൻ നോക്കി. പിന്നെ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഓൺലി വരുന്ന കണ്ടീഷൻ നോക്കി. ഇനി അടുത്ത കേസ് ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. വെൻ എ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് കേസ്. ഓക്കെ, സോ ഡിസൈൻ ഓഫ് എ ഷാഫ്റ്റ്, design of shaft subjected to combined bending and torsion. ഇതാണ് തേർഡ് കേസ്. ഓക്കെ, ഈ 3 കേസാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. പിന്നെ ഒന്ന് വരുന്നത് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ സ്പീഡാണ്. പിന്നെ അതുപോലെ റിജിഡിറ്റി കണ്ടീഷൻ. ഓക്കെ, ഇത്രയും മാത്രമേ ഷാഫ്റ്റിന്റെ ഡിസൈനിൽ വരുന്നുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഇതാണ്, ഡിസൈൻ ഓഫ് എ ഷാഫ്റ്റ് വിച്ച് ഇസ് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ. ഓക്കെ, സോ ഈ കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷന്റെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മള് പിന്നെ ഫസ്റ്റ് മോഡ്യൂളിലും അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ കേസിൽ കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫൈനൽ ഡെറൈവ്ഡ് ഇക്വേഷൻ, റെഡ്യൂസ്ഡ് ഇക്വേഷൻ ഫോം വരെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതിലെ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ബെൻഡിങ് മൊമെന്റ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കേസുകളായിരുന്നു, അതുപോലെ ടോർക്ക് ഡയറക്റ്റ് കിട്ടുന്ന കേസായിരുന്നു. ഇവിടെ ഈ ബെൻഡിങ് മൊമെന്റും അവിടുത്തെ റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റും റിസൾട്ടന്റ് ടോർക്കും കിട്ടാൻ നമ്മൾ ഒരു സീരീസ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഈ ബെൻഡിങ്ങും ടോർക്കിന്റെ, അതായത് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഫൈനൽ ഈക്വലന്റ് ബെൻഡിങ് മൊമെന്റും ഈക്വലന്റ് ടോർക്കും കിട്ടണമെങ്കിൽ ദർ ആർ എ സീരീസ് ഓഫ് പ്രോസസ്. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇതിന് ശേഷം ബാക്കി വരുന്ന പ്രോസസ് സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, സോ ബേസിക്കലി ഒന്ന് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാം. So we know that when a body is subjected to bending, like bending or pure bending equation is sigma is equal to m by I into y max. Okay, similarly torque in equation on T by J is equal to tau by R ആണ്, right? Or your tau is equal to T by J into R. Right, for a solid shaft നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോളിഡ് ഷാഫ്റ്റിന്റെ ഫോമിലെ ഇക്വേഷൻ വരും. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ അതിന്റെ ഫോമിലെ ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ. Now since it's a case of combined bending and torsion, all you need to find is a principal stress അല്ലെ. Principal stress sigma 1. Right, now principal stress is nothing but if it is sigma x, if it is tau xy, your sigma y value will be equal to 0 in normal cases.
then substitute the values in principal stress equation. That's one way. Okay, that is sigma x plus sigma y by 2 plus square root of sigma x minus sigma y by 2 the whole square plus tau x square. Right. Now, uh, if it is a combined bending and torsion alone case anangil, then or you have another equation which is your sigma 1 നമ്മൾ reduced form for a circular shaft ന്റെ case നമുക്കുണ്ട്, that is equal to 16 by pi d cube into m plus square root of m square plus t square. Okay, so that is your principal stress equation. ഇതിന് corresponding ആയിട്ടുള്ള ഒരു equation ആണ്, right? അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എനിക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് സിഗ്മ എക്സ് കണ്ടെത്താം, ടോ എക്സ് വൈ കണ്ടെത്താം, അതിനുശേഷം പ്രിൻസിപ്പൽ സ്ട്രെസ് ഇക്വേഷനിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അപ്പൊ ഈ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഒന്നും വീണ്ടും ഇതിന്റെ ഡെറിവേഷനൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ. സോ നമുക്കൊരു പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോബ്ലത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നെന്നും കാര്യങ്ങളൊക്കെ നോക്കാം. നോ okay, so just write down this problem. A shaft supported at the ends. A shaft supported at the ends. In the ball bearing, carries a straight tooth spur gear. Straight tooth spur gear. At its midspan, and is to transmit 7.5 kilowatts at 300 rpm. The pitch. Sorry. നമുക്ക് ഇതൊന്നും മാറ്റാം, ഇത് വേണ്ട. ഇത് ഇവിടെ ഒരു സ്പേസ് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു പേജിൽ എഴുതാണെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുത്താൽ മതി. കാരണം ഈ പ്രോബ്ലം നമ്മൾ അതിന് ശേഷം അഡ്രസ് ചെയ്യും. ഓക്കെ, കാരണം അത് ഗിയറിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ ഗിയറിന്റെ കുറച്ച് പാരാമീറ്റേഴ്സും കൂടെ വേണം. നമുക്ക് ഇതിന് ശേഷം ചെയ്യാം. പ്രോബ്ലം മാറ്റാം. Okay, so right on the question, a shaft made of mild steel MS is required to transmit 100 kilowatt at 300 rpm. At 300 rpm. The supported length of the shaft is length of the shaft is 3 meters. It carries two pulleys each weighing 1500 newton, supported at a distance of 1 meter from the ends. Respectively. Assuming a safe value of stress or assuming
shear stress has 60 Newton per mm square, 60 Newton per mm square, determine the diameter of the shaft. Determine the dia of the shaft. That's it. Complete the question. Shaft made of mild steel is required to transmit 100 kilowatt at 300 rpm. The supported length of the shaft is 3 meter. It carries two pulleys each weighing 1500 newton, supported at a distance 1 meter from the ends respectively, assuming shear stress of 60 newton per mm square. Determine the diameter of the shaft. ചെയ്തു സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയാം. അതിന്റെ ഒരു ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം, എന്നിട്ടൊന്നും ചെയ്യാം. ഒരു ഹിന്റോ ഒരു ക്ലൂ ഇല്ല. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റേണ്ടതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ചെയ്തു. രണ്ട് പുള്ളി ഒരേ സ്ഥലത്താ? ഒരേ ബാറിന് ഒരേ ഷാഫ്റ്റിന്റെ മുകളിലാണ് രണ്ട് പുള്ളി ഉള്ളത്. നല്ല ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരു ഷാഫ്റ്റ് മൊത്തം 3 മീറ്റർ ലെങ്ത് ഉള്ള ഷാഫ്റ്റ്, അതിൽ രണ്ട് പുള്ളിയുണ്ട്. അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, എത്ര ഡിസ്റ്റൻസിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ കണ്ടെത്തിയാൽ മതി. അത് ആദ്യം ചെയ്യേണ്ടത് ആ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ റഫ് ഡയഗ്രാം വരക്കുക, എന്നാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയുള്ള ഷാഫ്റ്റിന്റെ എല്ലാ പ്രോബ്ലത്തിനും ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരക്കേണ്ടത് ഒരു ഡയഗ്രാമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡയഗ്രാം തരില്ല, പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഡയഗ്രാം വരക്കുക, എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യുക, അതിനുശേഷം തുടങ്ങുക സൊല്യൂഷനിലേക്ക്. അത്രയും വരച്ചു കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് നല്ലൊരു പിക്ചർ, നല്ലൊരു ഐഡിയ കിട്ടും. അതിനുശേഷം പിന്നെ സിമ്പിളാണ് ചെയ്തു വെക്കാവുന്നത്. ഇപ്പൊ 9 മണിയായി. 7 മിനിറ്റ് എടുത്തു. 9:07 നടക്കും.
യെസ്, കഴിഞ്ഞോ? കിട്ടിയോ? കഴിഞ്ഞില്ലേ? ഹലോ, എന്താ വിഷമം? എന്താ കേട്ടില്ല. കിട്ടിയിട്ടില്ല. ചെയ്തോ? സ്റ്റക്കായോ? എന്താ സ്റ്റക്കായി? പവർ 12732 പോയിന്റ് അങ്ങനെ കിട്ടും. 12732 ഇന്ന് ഡയമീറ്ററാ? അല്ല, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ മൊമെന്റ് എടുക്കുന്നതിൽ ചെറിയ കൺഫ്യൂഷൻ. കുഴപ്പമില്ല, ചെയ്തിട്ട് സ്റ്റക്ക് ആവുന്നത് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാം. മറ്റേ ഇട്ടപ്പോലെ ടോ ഇസ് ഈക്വൽ ടു 16/πd³ ഇൻറ്റു റൂട്ട് ഓഫ് m² + t² അല്ലേ? അതെ. അത് m എടുക്കുമ്പോ ഇപ്പോ നേരത്തെ ചെയ്ത വേഗണ്ട അതേ സംഭവം പോലെയല്ലേ വരുവാ ഈ പുള്ളി? ആണോ? 1 മീറ്ററിന് ഒരു പുള്ളി, മറ്റേ സൈഡിൽ 1 മീറ്ററിന് ഒരു പുള്ളി, ഇങ്ങനെയല്ലേ? 1 മീറ്ററിന് ഒരു പുള്ളി. അതെ. കറക്റ്റാ. അല്ലല്ല, നമുക്ക് നോക്കാം. ഞാൻ ചെയ്യാം. നമുക്ക് എവിടെയാണ് പ്രശ്നം വെച്ചാൽ അന്നേരം പറഞ്ഞാൽ ചെയ്തിട്ട് സ്റ്റക്ക് ആയതല്ലോ, അത് കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. A shaft made up of mild steel, okay, is required to transmit 100 kilowatt at 300 അത് 50 rpm. നേരത്തെ ക്യൂറിന് എടുക്കാൻ വിട്ടോ, അതാ 50 50. ചെറിയ പ്രശ്നമുണ്ട്, നോക്കാം. ഓക്കെ, മെത്തേഡ് കറക്റ്റ് ആയത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ പവർ is 100 kilowatt. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ is 100 kilowatt and N is 300 rpm. Okay. The support's length of the shaft is 3 meter. It carries 2 pulley. Okay. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. You have to draw this diagram. Okay, അതൊരു മസ്റ്റ് ആണ്. Load the diagram. Okay. Okay. Let's load the diagram. Okay, എന്താ പറയുന്നത്? Shaft. Okay, the support length of the shaft is 3 meter. Okay, രണ്ട് end to end support length is 3 meter. It carries 2 pulleys, each weighing 1500 newtons, supported at a distance 1 meter from the ends respectively. എന്ന് വെച്ചാൽ രണ്ട് എൻഡെന്നും 1 meter ഡിസ്റ്റൻസിൽ ഓരോ പുള്ളീസും കൂടി ഉണ്ട് അല്ലെ? ഈക്വൽ ഡിസ്റ്റൻസിൽ, ഇത് ബാക്കി എത്ര? അത് 1 meter ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസിൽ യു ഹാവ് എ പുള്ളി. സോ ഒരു പുള്ളി, എന്റെ വെയിറ്റ് മാത്രം റെപ്രസെന്റ് ചെയ്യാണ്. രണ്ട് പുള്ളിയാണ് വരുന്നത്. 1500 ന്യൂട്ടൺ, 1500 ന്യൂട്ടൺ പുള്ളിയുടെ വെയിറ്റ്. റൈറ്റ്. അസ്യൂമിങ് ഷിയർ സ്ട്രെസ്. ഓക്കെ, ഫൈൻ. സോ ഇത് രണ്ടും സപ്പോർട്ട്സ് ആണ് അല്ലെ? ബെയറിംഗ്സ് ആവാം, എന്തെങ്കിലും ഒരു ടൈപ്പ് സപ്പോർട്ടാണ്. സോ ദാറ്റ് മീൻസ് ഞാൻ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യാം. റൈറ്റ്. Now, and the load is acting at equal distance. Okay, ഇതാണ് കണ്ടീഷൻ വരുന്നത്. Right. Now, assuming a shear stress of 60 Newton per mm square, determine the diameter of the shaft. Okay, all you have to find is the diameter of the shaft. Okay, ഇവിടെ ഒരു റിയൽ ലൈഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊജക്ടിന്റെ എല്ലാം കേസ് എടുത്ത് കഴിഞ്ഞാൽ പലപ്പോഴും വരുന്ന ഒരു നമുക്ക് എൻകോഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലെ? ഷാഫ്റ്റ് ഉണ്ടാവും, ഷാഫ്റ്റിന്റെ മുകളിൽ പുള്ളി ഉണ്ടാവും, ഷാഫ്റ്റ് രണ്ട് ബാരിംഗിൽ സപ്പോർട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മിനിമം ഡയമീറ്റർ എടുക്കണം ഈ പുള്ളിനെ?
അല്ല ഷാഫ്റ്റിന്റെ എത്ര മിനിമം ഡയമീറ്ററിലുള്ള ഷാഫ്റ്റ് എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഷാഫ്റ്റിന്റെ മെറ്റീരിയലിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണെന്ന് കൂടെ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ദ മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി that is induced due to this power and RPM. ഓക്കെ, ഇതിലുണ്ടാവുന്ന ടോർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. സോ ദ ടോർക്ക് ഇസ് given by torque T is equal to എന്ത് കാണാം, it is equal to 60p divided by 2 pi into n will give you the torque. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 3183 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും അല്ലെ. 3183 ന്യൂട്ടൺ മീറ്റർ, mm ലാക്കാണ് 3183 into 10 to the power 3 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഫൈൻ. ഓക്കെ, ഇതാണ് ടോർക്ക്. ഓക്കെ, ഇതിന്റെ പ്രോബ്ലത്തിന്റെ ലോജിക്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ഇതിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 60 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 60 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലോഡും ഇതേപോലെ തന്നെ ഇതിലൊരു റൊട്ടേഷൻ വരുന്നുണ്ട്, ഒരു ടോർക്കും വരുന്നുണ്ട്. ഈ ടോർക്ക് വാല്യൂ 3183 ദിസ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് ഇതിന്റെ അകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഉണ്ടാവുകയാണ് അല്ലെ. ഈ ടോർക്കും ഈ ബെൻഡിങ് മൊമെന്റും കൂടെ ഇതിലൊരു ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ യു ഹാവ് ടു ഈക്വേറ്റ് ദീസ് ടു. പക്ഷെ നമുക്ക് ഷിയർ സ്ട്രെസ് വേണമെങ്കിൽ ഈക്വേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഈക്വലന്റ് ടോർക്കിന് വേണമെങ്കിൽ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. സോ ആസ് ഐ സെഡ്, അതിലേക്ക് ഞാൻ വരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. അതിനുശേഷം ഞാൻ ഇതിന്റെ ലോജിക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് പറയാം. ഓക്കെ, ഇവിടെ സിൻസ് ടു ലോഡ്സ് ആർ ആക്ടിങ് യു വിൽ ഗെറ്റ് എ ബെൻഡിങ് മൊമെന്റ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് കാണുമ്പോൾ നമ്മൾ മറ്റേതുപോലെ ഇങ്ങനെ മറ്റേതിന്റെ കേസിൽ ഓവർ ഹാങ്ങിങ്, കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ കേസിൽ ഓവർ ഹാങ്ങിങ് ആയിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് എടുക്കായിരുന്നു. ഇവിടെ ലോജിക്കലി സ്പീക്കിംഗ് ഈ പറഞ്ഞ കറക്റ്റ് ആണ്. വൈഷ്ണവ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇവിടുന്ന് ലോഡ് ഇൻറ്റു റിയാക്ഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ പോലെ മതി. പക്ഷെ നമുക്ക് അറിയാവുന്ന മെത്തേഡിൽ തന്നെ ചെയ്യാം. നമുക്ക് ബെൻഡിങ് മൊമെന്റ് തന്നെ കണ്ടുപിടിക്കാം, എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, സോ രണ്ട് ലോഡാണ് വരുന്നത്. ലെറ്റ് ദിസ് പോയിന്റ് ബി എ ആൻഡ് ബി. നമുക്ക് റിയാക്ഷൻസ് കണ്ടെത്താം. സോ യുവർ RA plus RB will give you 3000 Newton. Again, taking moment with respect to A as 0, എന്ത് കിട്ടും? 1500 into 1 is equal to plus 1500 into 2 is equal to RB into 3 എന്ന് കിട്ടും അല്ലെ. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 4500 is equal to RB into 3 or your RB is 1500 അല്ലെ. സിമിലർലി അതുകൊണ്ട് തന്നെ RA വാല്യൂ 1500 ആയിരിക്കും അല്ലെ. ശരിക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ഈക്വൽ ഡിസ്റ്റൻസിലാണ് രണ്ട് ലോഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാക്ഷൻ രണ്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ബേസിക് ലോജിക് അല്ലെ. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. സെയിം വാല്യൂ RA and RB is equal to 1500 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നോക്കാം. ബെൻഡിങ് മൊമെന്റ് കാണണമെങ്കിൽ സോ ഫോർ ദ സെക്ഷൻ ABCD എടുക്കുകയാണെങ്കിൽ സോ നമുക്ക് എവിടെ മാക്സിമം മൊമെന്റ് വരുന്നതൊക്കെ നോക്കാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് at B, അത് ഫ്രീ എൻഡ് ആണ്, ഇറ്റ് വിൽ ബി 0. അഗൈൻ ബെൻഡിങ് മൊമെന്റ് at D എടുക്കുകയാണെങ്കിൽ D എടുക്കാൻ എന്താ, RB into perpendicular distance ആണ്. RB is 1500 into perpendicular distance is 1, so you'll get 1500 Newton meter എന്ന് കിട്ടും. Right. Now again your bending moment at C നോക്കാം. bending moment at C എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1500 RB into 2 അല്ലെ. RB into 2 1500 into 2 minus എത്രയാ, ഈ 1500 into ഈ perpendicular distance അല്ലെ. 1500 into 1. സ്പീഡായിട്ട് പോകുന്ന നമ്മൾ ഓൾറെഡി പണ്ട് ചെയ്ത് ഒരുപാട് പഠിച്ചുകൊണ്ടാണ്. സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 1500 ന്യൂട്ടൺ മീറ്റർ. അഗൈൻ ബെൻഡിങ് മൊമെന്റ് A എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. റൈറ്റ്. സോ ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുക. ഞാനിത് പ്യുവർ ബെൻഡിങ്ങിന്റെ കേസിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പണ്ട് പറഞ്ഞൊരു കേസ് കൂടെയാണ് ഇത്. റൈറ്റ്. എന്ന് വെച്ചാൽ യുവർ ബെൻഡിങ് മൊമെന്റ് ഇസ് കോൺസ്റ്റന്റ് ഇൻ ദിസ് സെക്ഷൻ ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് 1500 ന്യൂട്ടൺ മീറ്റർ. Okay, so you'll get the bending moment. So the bending moment from this one is as maximum bending moment is equal to 1500 Newton meter, and the torque value is this one. Okay, now see from the question we have given the maximum shear stress. അല്ലെ, നമുക്ക് തന്നിട്ടുള്ളത് maximum shear stress tau ന്റെ വാല്യൂ ആണ് അല്ലെ. സോ മാക്സിമം ഷിയർ സ്ട്രെസ് നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അല്ല, മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് തന്നിട്ടുള്ളത്. സോ യു ഹാവ് ടു ഇക്വേറ്റ് എവിടെയാണോ ഷിയർ സ്ട്രെസ് വരുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ വെച്ചിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. റൈറ്റ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഈക്വലന്റ് ടോർക്ക്. ഓക്കെ, എങ്ങനെയാണ് ഈക്വലന്റ് ടോർക്ക് കാണുക എന്നുള്ള വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത് കറക്റ്റ് ഇതിന്റെ ഈക്വലന്റ് ടോർക്കിന്റെ ഡെറിവേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് റെഫർ ചെയ്താൽ ക്ലിയർ ആവും. റൈറ്റ്. സോ യുവർ ഈക്വലന്റ് ടോർക്ക് ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് m square plus t square will give you the equivalent torque. Now similarly equivalent bending moment ആണ്. bending moment equivalent എന്ന് പറഞ്ഞാൽ എന്താ,
m plus square root of m square plus t square are the equivalent bending moment. Similarly, equivalent torque is square root of m square plus t square. നമുക്ക് ബെൻഡിങ് മൊമെന്റ് പറയാം, അതുപോലെ തന്നെ അവിടുത്തെ ടോർക്ക് പറയാം അല്ലെ. സോ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ആൻഡ് ടോർക്ക് വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ഹിയർ. എന്ത് കിട്ടും? സോ ബെൻഡിങ് മൊമെന്റ് വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ബെൻഡിങ് മൊമെന്റ് is m 1500 square plus torque value is the Newton meter ആണ്. Newton meter എടുക്കുകയാണ് 3183 square. Okay. So on solving you will get the equivalent torque. Okay. Equivalent torque കണ്ടുപിടിക്കുക. 3519 Newton meter ആണ്. Right. Equivalent torque. Right. Now, on solving you will get the equivalent torque. Now, this equivalent torque is acting on this bar. അല്ലെ? ഇതാണ് ഇവിടുത്തെ റിസൾട്ടന്റ് വരുന്ന ടോർക്ക്. This equivalent torque is acting on this bar. So equate this one with എന്താ pi by 16 tau d cube. Standard equation. Shear stress വന്നിട്ടുണ്ട്. Directly equate and find the diameter d. That's it. So when you are experiencing a combined, so in short പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പൈൻഡ് ലോഡിംഗ് കണ്ടീഷൻ വരികയാണെങ്കിൽ കമ്പൈൻഡ് bending moment and torque വരുന്ന കേസിലാണെങ്കിൽ if suppose you are going to find diameter d എന്ത് ചെയ്യണം? So you have to equate your for torque condition angle P equivalent. You have to equate this with pi by 16 tau d cube. Now similarly, if it is bending moment M equivalent, you have to equate it with the standard equation for bending moment pi by depending upon pi by 32 പിന്നെ sigma d cube എന്നുള്ള ഒരു ഫോമിലൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ റെഫർ ചെയ്യാം and find the value. Right. So here directly equate this equivalent torque. Equate ചെയ്യേണ്ടത് equivalent torque. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ടോർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫൈനൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതിൽ ടോർക്കിന്റെ എഫക്റ്റും ഉണ്ടാവും, ബെൻഡിങ് മൊമെന്റ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈക്വലന്റ് ടോർക്ക് എടുത്തത്. സോ equate this one with this equation. That's it. അതല്ലെങ്കിൽ സൗരവ് നേരത്തെ പറഞ്ഞ പോലും അതും കറക്റ്റ് തന്നെയാണ്. ഷിയർ സ്ട്രെസിന്റെ രണ്ടിന്റെ ഫോമിലെ ഷിയർ സ്ട്രെസിന്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് അതിന് രണ്ടിനെ ഇക്വേറ്റ് ചെയ്താലും മതി. ഓക്കെ, പക്ഷെ നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ അത് ഈ ഫോമിൽ തന്നെ പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ചെയ്തൂടെ? 66 കിട്ടോ? യെസ്, 66 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യണം, ക്ലിയർ ആയിട്ട് ചെയ്യണം. ഈക്വലന്റ് ബെൻഡിങ് മൊമെന്റ് ഡെറിവേഷൻ എടുത്ത കേസും അതേപോലെ ഈക്വലന്റ് ടോർക്ക് എടുത്ത കേസും ഇത് രണ്ടും എന്തായാലും ക്ലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവൽ ഓഫ് പ്രോബ്ലത്തിലേക്ക് എന്തായാലും പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രോബ്ലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലെങ്തി പ്രോബ്ലത്തിലേക്ക് തന്നെ പോകണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.